ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു പഴം വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പഴം വെച്ചിട്ട് ഞാൻ ഒരുപാട് റെസിപ്പീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈവനിങ് റെസിപ്പി, ഈവനിങ് സ്നാക്സൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് ഈ ഒരു സ്നാക്സിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നെയ്യാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ നെയ്യിൽ കിടന്നിട്ട് ഈ പഴം നല്ല രീതിയിൽ കുക്കായിട്ട് ഉടഞ്ഞ് കിട്ടണം. ആ ഒരു പാകത്തിനായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് ഡവാക്കി എടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടിക്കോളൂ കേട്ടോ. ഈ ഒരു പാകത്തിനാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ ഈ ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടിക്കോളും. മധുരം കുറവുള്ള പഴമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു മിക്സ് ഫൈനലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് മധുരം കുറവുണ്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പഴത്തിൻ്റെ ഒരു കൂട്ടൊന്നുകൂടി ഒന്നങ്ങ് ലൂസായി പോകും കേട്ടോ. പഞ്ചസാര ഒന്ന് മെൽറ്റാകുന്ന സമയത്ത് ഈ ഒരു പാകത്തിനായിട്ടുണ്ടാവും. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ചെറിയ ജീരകം ആകുമ്പോൾ വേറൊരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തോളൂ. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അതൊന്ന് ഡവാക്കി എടുക്കണം. നമുക്ക് ചപ്പാത്തിയുടെ മാവൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണേ. നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ റവ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. റവ നമ്മൾ ഈ മൈദപ്പൊടിക്ക് പകരം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പുറം ഭാഗം നല്ല രീതിയിൽ ക്രിസ്പി ആവുകയും ചെയ്യും, ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഈ ഒരു സ്നാക്സ് മൈദപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഉൾഭാഗവും പുറം ഭാഗവും ഒരേപോലെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടിയാണെങ്കിലും മൈദപ്പൊടിയാണെങ്കിലും റവയാണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു സ്നാക്സിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതുപോലെ അങ്ങ് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആവുന്ന സമയത്തും തിരിച്ച് മറിച്ചിട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മൈദപ്പൊടി മാത്രമാണുള്ളത്. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് തീയൊക്കെ കൂട്ടി വെക്കുകയാണെങ്കിൽ ഉൾഭാഗം നല്ല രീതിയിൽ കുക്കായി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് മാത്രമേ ഉണ്ടാവും. ഒട്ടും തന്നെ കുക്കാവാത്തൊരു രീതിയിലാവും നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് റെസിപ്പി തന്നെയാണിത്. പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അവരെന്തായാലും കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഉൾഭാഗവും പുറം ഭാഗവും ഒരേപോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. റവയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ടേസ്റ്റ് തന്നെയാണിത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്